നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 ലോകകപ്പിൽ കിരീടം ചൂടി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വലിയ പ്രതീക്ഷകളുടെ UK പര്യടനത്തിനായി വിമാനം കയറിയത്. എന്നാൽ അവിടെ ആശ്വസിക്കാൻ പോലും ഒരൊറ്റ വിജയം പോലും ഇല്ലാതെ പൂർണ്ണമായും സംപൂജ്യരായി നാണം കെട്ടാണ് ഇപ്പോൾ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ മടങ്ങുന്നത്. ലോകകപ്പ് വിജയത്തിന്റെ ആവേശത്തിന് തൊട്ടു പിന്നാലെ ഇത്തരമൊരു വലിയ മഹാഹനിയും തകർച്ചയും ഇന്ത്യൻ ടീമും ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പര്യടനത്തിന്റെ തുടക്കത്തിൽ ക്രിക്കറ്റ് ലോകത്തെ കുഞ്ഞൻ ടീമുകളിലൊന്നായ അയർലൻഡിനോട് 0-2 എന്ന നിലയിലാണ് ഇന്ത്യ ആദ്യം പരമ്പര തോറ്റ് നാണം കെട്ടത്. അതിനു പിന്നാലെ ഇപ്പോൾ കരുത്തരായ ഇംഗ്ലണ്ടും 4-0 ഇന്ത്യയെ പൂർണ്ണമായി തൂത്തുവാരിയിരിക്കുകയാണ്. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച വിന്നിംഗ് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ ഇന്ത്യൻ നായകനെന്ന നിലയിൽ തന്റെ കരിയറിൽ ഇത്ര ദയനീയമായ ഒരു തുടക്കം സ്വപ്നത്തിൽ പോലും കണ്ടു കാണത്തില്ല. ക്യാപ്റ്റനായി കളിച്ച ഒരു മത്സരത്തിൽ പോലും ടീമിനെ ജയിപ്പിക്കാൻ കഴിയാതെ വലിയ നാണക്കെട്ടിന്റെ നിഴലിലാണ് ഇപ്പോൾ ശ്രേയസ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് കുപ്പുകുത്താനുള്ള പ്രധാന കാരണം എന്താണ്? തീർച്ചയായും ടീം സെലക്ഷനിൽ സംഭവിച്ച ഗുരുതരമായ പാകപ്പിഴവുകളാണ് ഇതിന് പിന്നിലെന്ന് പറയേണ്ടി വരും. നിലവിൽ 2020 സ്ക്വാഡിന്റെ ഭാഗമായിട്ടുള്ള പല കളിക്കാരും ആ സ്ഥാനത്തിന് ഒട്ടും അർഹതയില്ലാത്തവരാണെന്ന് ഈ പരമ്പര തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യക്ക് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ ഇനി വരുന്ന 2020 പ്ലാനുകളിൽ നിന്നും ഭാവിയിൽ ഇന്ത്യ അടിയന്തരമായി ഒഴിവാക്കേണ്ട 6 കളിക്കാർ ആരൊക്കെയാണെന്ന് താഴെ വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിലെ കൗമാര ബാറ്റിംഗ് സെൻസേഷനായി ഉയർത്തിക്കാട്ടപ്പെട്ട താരമാണ് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. എന്നാൽ മോശം പ്രകടനത്തിന്റെ പേരിൽ മാത്രമല്ല വൈഭവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാന 2020 ലൈനപ്പിൽ വൈഭവിനെ കൂടി ഉൾപ്പെടുത്താൻ ആവശ്യത്തിന് ഇടമില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വരും ദിവസങ്ങളിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ജോഡിയുമായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകണം. ഇടംകൈമാരായ അഭിഷേകിനെയും വൈഭവിനെയും ഒരുമിച്ച് ഓപ്പണർമാരായി കളിപ്പിക്കുകയെന്നത് ടീമിന് ഒട്ടും അനുയോജ്യമായ തീരുമാനമായിരിക്കില്ലെന്ന് ഈ ഇംഗ്ലണ്ട് പര്യടനം കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സീനിയർ ദേശീയ ടീമിനായി അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാൻ ഇനിയും പൂർണ്ണമായി സജ്ജനായിട്ടില്ലെന്ന് വ്യക്തമാണ്. വലിയ അനുഭവസമ്പത്ത് ആവശ്യമുള്ള ഒരു ടൂറിലേക്ക് ധൃതി പിടിച്ച് ഈ കൗമാര താരത്തെ ടീമിലെത്തിച്ചതാണ് BCCI സെലക്ടർമാർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. അടുത്ത 1-2 വർഷം ആഭ്യന്തര ക്രിക്കറ്റിലും ബേ ടീമുകളിലും ജൂനിയർ ടീമുകളിലും കളിച്ച് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ തിളങ്ങുകയാണെങ്കിൽ മാത്രം വൈഭവിനെ വീണ്ടും സീനിയർ ടീമിലേക്ക് പരിഗണിക്കാവുന്നതും ഉചിതം. പ്രായം വളരെ കുറവായതിനാൽ സ്വയം മെച്ചപ്പെടാനും ഒരു മികച്ച ബാറ്ററായി വളരാനുമെല്ലാം താരത്തിന് മുന്നിൽ ഇനിയും ഏറെ സമയമുണ്ട്. 2020 ടീമിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാന കളിക്കാരൻ തിലക് വർമ്മയാണ്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം നിലവിൽ അദ്ദേഹം ഈ 2020 ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയെന്നതാണ്. ഇംഗ്ലണ്ടുമായുള്ള അവസാന മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി അടിച്ചെങ്കിലും അടുത്ത 5-10 2020കളിൽ തിലകിൽ നിന്നും വലിയ ഇന്നിംഗ്സുകളൊന്നും കാര്യമായി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് മുൻകാല റെക്കോർഡുകൾ വ്യക്തമാക്കുന്നത്. നീലക്കുറിഞ്ഞി പൂക്കും പോലെ വല്ലപ്പോഴും മാത്രം ഫോമിലാവുകയും ബാക്കി മത്സരങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു കളിക്കാരൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി വേണമോ എന്നത് സെലക്ഷൻ കമ്മിറ്റി വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. സിംബാബ്വേയുമായുള്ള അടുത്ത പരമ്പരയിൽ കൂടി തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്നും മാത്രമല്ല ടീമിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നതായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിന് ഭാവിക്ക് നല്ലത്. സീനിയർ ഓൾറൗണ്ടറായ അക്ഷർ പട്ടേൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരേപോലെ ടീമിന് വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില മത്സരങ്ങളിൽ പ്രകടനങ്ങൾ പരിശോധിച്ചാൽ അക്ഷറിന്റെ കരിയറിലെ നല്ല കാലം കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാനോ ടീമിന് ആവശ്യമുള്ളപ്പോൾ വിക്കറ്റുകൾ വീഴ്ത്താനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇംഗ്ലണ്ടിനെതിരായ അവസാന മത്സരത്തിൽ അക്ഷർ എറിഞ്ഞ 2 ഓവറുകളിലാണ് ഇംഗ്ലീഷ് ബാറ്റർമാർ 20-ലധികം റൺസ് വീതം അടിച്ചെടുത്തത്. ബാറ്റിങ്ങിലും റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ അക്ഷറിന് പകരം യുവ ഓൾറൗണ്ടർമാരെ പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാകണം. അക്ഷർ പട്ടേലിനെ പോലെ തന്നെ ഇന്ത്യൻ 2020 ടീമിന് വലിയൊരു ഭാരമായി മാറിയിരിക്കുകയാണ് മറ്റൊരു ഓഫ് സ്പിൻ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറും. പരിക്കിന്റെ പിടിയിൽ നിന്നും മോചിതനായി ടീമിലെത്തിയ സുന്ദറിന് തന്റെ പഴയ ഫോമിന്റെ നിഴൽ പോലും പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. പവർ പ്ലേകളിൽ റൺസ് വിട്ടുകൊടുക്കുന്നതിനൊപ്പം വിക്കറ്റ് വീഴ്ത്തുന്നതിനും താരം പരാജയപ്പെടുന്നു. ടീം തകർച്ച നേരിടുമ്പോൾ ലോവർ ഓർഡറിൽ ഇറങ്ങി ബാറ്റിംഗിൽ പിന്തുണ നൽകാനും സുന്ദറിന് സാധിക്കുന്നില്ല. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ടീമിന് യാതൊരു സംഭാവനയും നൽകാത്ത വാഷയെ ഇനിയും ടീമിൽ നിർത്തുന്നത് അനാവശ്യമാണ്. നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷ നൽകിയ യുവ ലെഗ് സ്പിന്നറായിരുന്നു രവി ബിഷ്ണോയി. വരുൺ ചക്രവർത്തിക്ക് ശേഷം ഇന്ത്യൻ 2020 ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് സ്പിന്നറായി ക്രിക്കറ്റ് ലോകം ചൂണ്ടിക്കാണിച്ചതും അദ്ദേഹത്തെയായിരുന്നു. എന്നാൽ ഈ സമീപകാലത്ത് ബിഷ്ണോയിയുടെ ഫോമിൽ അസാധാരണമായ ഇടിവാണുണ്ടായിരിക്കുന്നത്. പന്തുകളിൽ പഴയ വേഗതയോ ടേണോ കണ്ടെത്താൻ അദ്ദേഹം പാടുപെടുകയാണ്. അന്താരാഷ്ട്ര ബാറ്റർമാർ അദ്ദേഹത്തിന്റെ ഗോളുകൾ എളുപ്പത്തിൽ പ്രവചിക്കാൻ തുടങ്ങിയതോടെ ബിഷ്ണോയി റൺസ് വഴങ്ങുന്നതിൽ മുൻപന്തിയിലാണ്.
2020 ടീമിൽ ഇനി അദ്ദേഹത്തെ വെറുതെ നിലനിർത്തുന്നതും സെലക്ടർമാർ കാണിക്കുന്ന വലിയ മണ്ടത്തരമായിരിക്കും. നിലവിൽ ഇന്ത്യൻ പേസ് ബൗളിംഗ് നിരയിലെ ഏറ്റവും ദുർബലമായ കണ്ണി പ്രസിദ്ധ് കൃഷ്ണ തന്നെയാണ്. യാതൊരു ലക്കും ലഗനും ഇല്ലാതെയാണ് അദ്ദേഹം വിദേശ പിച്ചുകളിൽ റൺസ് വാരിക്കൊടുക്കുന്നത്. റൺസ് ജോയിനൊപ്പം തന്നെ ടീം പ്രതീക്ഷിക്കുന്നത് പോലെ നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്താനും പ്രസിദ്ധിന് ഇപ്പോൾ സാധിക്കുന്നില്ല. ഡെത്ത് ഓവറുകളിൽ തല്ലുവാങ്ങുന്ന ഈ ശൈലി ഇന്ത്യക്ക് പല മത്സരങ്ങളിലും വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. അതിനാൽ പ്രസിദ്ധ് കൃഷ്ണയെ മാറ്റി നിർത്തി പേസ് ബൗളിംഗിൽ ആർഷദീപ് സിംഗ്, മായങ്ക് യാദവ് തുടങ്ങിയ മറ്റ് മികച്ച യുവ ഓപ്ഷനുകളിലേക്ക് തിരിയുകയാവും ഇന്ത്യൻ ടീമിന് ഏറ്റവും ഉചിതം. അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും ഏറ്റുവാങ്ങിയ ഈ നാണംകെട്ട തോൽവികൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. പേരിന്റെ വലിപ്പം നോക്കിയല്ല, മറിച്ച് നിലവിലെ ഫോമും 2020 ഫോർമാറ്റിന് അനുയോജ്യമായ സ്ട്രൈക്ക് റേറ്റും നോക്കി മാത്രമായിരിക്കണം ഇനി ടീമിനെ തിരഞ്ഞെടുക്കേണ്ടത്. മുകളിൽ പറഞ്ഞ 6 കളിക്കാരെ ഒഴിവാക്കി സഞ്ജുവിനെയും അഭിഷേകിനെയും പോലെയുള്ള മികച്ച 2020 സ്പെഷ്യലിസ്റ്റുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയാൽ മാത്രമേ ഇന്ത്യക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപവും ഒന്നാം സ്ഥാനവും തിരികെ പിടിക്കാൻ സാധിക്കൂ. ടീം ഇന്ത്യയുടെ ഈ ദയനീയ തകർച്ചയ്ക്ക് കാരണം ഈ 6 കളിക്കാരുടെ മോശം ഫോമാണെന്ന വിലയിരുത്തലോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വരും പരമ്പരകളിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ സംഘം തന്നെയാണ് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിഷയങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.